ഇത് കണ്ടോ, പുറകിലിരിക്കുന്ന ഗൂഗിളിൻ്റെ വാട്സപ്പിനെ എൻ്റെ ഫോണിനകത്ത് ഞാൻ ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇതെനിക്ക് ചെയ്യാനായിട്ട് എടുത്ത സമയം 1 മിനിറ്റിന് താഴെ മാത്രമാണ്. ലൈവായിട്ട് എനിക്ക് എല്ലാ ചാറ്റും കാണാം. അത്യാവശ്യം സ്മാർട്ട് ഫോണിനെ കുറിച്ച് അറിയുന്ന ആർക്കും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഫോൺ ചോർത്താൻ പറ്റും. നിങ്ങൾക്ക് കുറേ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഗൂഗിള് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് എന്തൊക്കെ സെക്യൂരിറ്റി ഫീച്ചർ കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം ബൈപ്പാസ് ചെയ്യാനായിട്ട് ഈ ആപ്പുകൾക്ക് പറ്റും. ലിസൺ, ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മേ ബി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരിക്കും ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിക്കകത്തുള്ള ഫോട്ടോസും വീഡിയോസും ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. മേ ബി നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റായിട്ട് അയച്ച വാട്സപ്പ് മെസ്സേജോ ലാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത കോളോ അവർ കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഇതെല്ലാം പോട്ടെ, ഇതൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈവായിട്ട് അവർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെയാണ് എനിക്ക് മറ്റുള്ളവരുടെ ഫോണ് ചോർത്താൻ പറ്റുക എന്നുള്ളതായിരിക്കും അല്ലേ. എന്നാൽ അങ്ങനെയല്ല നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ ഫോണെന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മളിപ്പോൾ പ്രൈവറ്റായിട്ട് പല കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫോണ് നമ്മുടെ പ്രൈവസിയാണ്. അതുകൊണ്ട് അതിനെ ഏറ്റവും കെയർഫുള്ളായിട്ട് ഏറ്റവും സെക്യൂറായിട്ട് വെക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലാതെ വേറെ ആരുടെയും അല്ല. എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല നിങ്ങളുടെ ഫോൺ സേഫാക്കി വെക്കുക എന്നുള്ളത്. നിങ്ങളുടെ ഫോൺ സേഫാക്കി വെക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതിനകത്ത് 2 കാറ്റഗറിയിൽ ഞാൻ പറയുന്നുണ്ട്. ഒന്നാമത്തത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ സേഫായിട്ട് വെക്കാം എന്നുള്ളതും, രണ്ടാമത്തത് ഇൻ കേസ്, അതായത് നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളുടെ ഫോൺ ആരോ ചോർത്തി എന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതുമാണ്. ആദ്യത്തെ കാര്യം നോക്കപ്പോൾ ഒന്നുമില്ല, നിങ്ങളുടെ ഫോൺ വേറെ ആർക്കും കൊടുക്കരുത്. നമ്മുടെ ഫോണ് ഒരാളുടെ കയ്യിൽ കൊടുക്കപ്പോൾ അയാൾക്ക് 1 മിനിറ്റിന് താഴെ മാത്രം മതി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഈ ആപ്പ് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആയോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പോലും പറ്റില്ല. ഇൻ കേസ് ആരെങ്കിലുമൊക്കെ നിങ്ങളെടുത്ത് നിങ്ങളുടെ ഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക തന്നെ അവർ ഫോൺ ഉപയോഗിക്കട്ടെ, അല്ലാതെ വേറെ ആർക്കും നിങ്ങളുടെ ഫോൺ കൊടുക്കരുത്. അതിനി ഗേൾ ഫ്രണ്ട് ആവട്ടെ, ബോയ് ഫ്രണ്ട് ആവട്ടെ, അമ്മയാവട്ടെ, അച്ഛനാവട്ടെ, ആരായാലും. നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി പോലെ തന്നെ നമ്മുടെ ഫോണിനും ഒരു ജീവിതശൈലിയുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫോൺ നിങ്ങൾക്കറിയാം, രാവിലെ നിങ്ങളൊന്ന് ഒരു അരമണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നേരം ലാസ്റ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങളൊരു എത്ര മണിയാവുമ്പോൾ അത് വീണ്ടും റീചാർജ് ചെയ്യണം, എത്ര നേരം ഇതിൻ്റെ ബാക്കപ്പ് നിൽക്കും, എത്ര നേരം നിങ്ങളുടെ മൊബൈൽ ഡേറ്റ നിൽക്കും, എത്രത്തോളം ഹീറ്റ് ആവും, എത്രത്തോളം പെർഫോമൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതെല്ലാം നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ കാണും. ഈ ഐഡിയ ആണ് ഏറ്റവും വലിയ കീ. നിങ്ങളുടെ ഫോണിനകത്ത് ആരെങ്കിലും ഒരു സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ മാറും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നിങ്ങളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണിവാളും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡേറ്റ യൂസേജ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയതിന് ശേഷം ഡേറ്റ യൂസേജ് എടുക്കുമ്പോൾ നമ്മുടെ ഡേറ്റ, അതായത് മൊബൈൽ ഡേറ്റ എടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ എല്ലാം ലിസ്റ്റ് കാണിക്കും. അതിനകത്ത് ആദ്യം ആൻഡ്രോയിഡ് OS ആയിരിക്കും വരിക, പിന്നീട് വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ ആയിരിക്കും കാണുന്നത്. നമുക്കറിയുന്ന ഈ ഒരു 5 ആപ്ലിക്കേഷൻ്റെ ഇടയ്ക്ക് സെറ്റിങ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫീച്ചർ, സെക്യൂരിറ്റി 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ആപ്പ് കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഡൗട്ട് ചെയ്തോ അതൊരു സ്പൈവെയർ ആണ്. അതെന്തുകൊണ്ട് സ്പൈവെയർ ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പൈവെയർ നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് ലൈവായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഫോണിൻ്റെ അകത്തു നിന്നുള്ള ഡേറ്റ മൊത്തം ലൈവായിട്ട് ക്ലൗഡിലോട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴൊക്കെ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓൺ ആക്കുമോ ഉടനെ തന്നെ ക്ലൗഡുമായിട്ട് കണക്റ്റ് ആവും. ഫോർ എക്സാമ്പിൾ, കുറച്ചുകൂടി ക്ലിയർ ആക്കി ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. എനിക്ക് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഒരു സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഞാൻ വന്ന് സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ അകത്ത് എനിക്കൊരു ഇമെയിൽ ID കൊടുക്കാൻ പറ്റും. ആ ഇമെയിൽ ID കൊടുത്ത് ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിൽ വന്നതിന് ശേഷം ആ ഒരു സ്പൈവെയറിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്യാൻ മീൻസ് നിങ്ങളുടെ ഫോൺ എപ്പോഴൊക്കെ ഒരു ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ആവോ ആ സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ ടോട്ടൽ ആക്സസ്, അതായത് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാനും റീബൂട്ട് ചെയ്യാനും അതിനകത്തുള്ള ഫോട്ടോസ് എടുക്കാനും ലൈവായിട്ടൊരു ഫോട്ടോ എടുക്കാനും നിങ്ങൾ അറിയാതെ കോൾ ചെയ്യാനും നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കാൻ വരെ എനിക്ക് കൺട്രോൾ കിട്ടും. എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ടത്, 1 GB ഡേറ്റയാണ് നിങ്ങൾക്ക് ഒരു ദിവസം ഉള്ളതെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും 1 GB ഡേറ്റ നിങ്ങൾ ഉപയോഗിക്കാതെ തന്നെ തീർന്നിട്ടുണ്ടെങ്കിൽ സംശയിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഫോണ് ഹാക്ക് ആയിട്ടുണ്ട്. രണ്ടാമത്തത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റീബൂട്ട് ആവാം. ഫോൺ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ അറിവില്ലാതെ റീസ്റ്റാർട്ട് ആവും. ഇങ്ങനെ റീസ്റ്റാർട്ട് ആവുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഇത് വല്ല അപ്ഡേറ്റ് വന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നോർമലി നിങ്ങളുടെ ഫോൺ എന്ത് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാലും നിങ്ങൾ റീസ്റ്റാർട്ട് ബട്ടൺ കൊടുക്കാതെ അല്ലെങ്കിൽ അപ്ഡേറ്റ് നൗ ബട്ടൺ കൊടുക്കാതെ ഫോൺ റീസ്റ്റാർട്ട് ആവില്ല. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉറപ്പിക്കാം നിങ്ങളുടെ ഫോൺ ഹാക്ക് എന്നുള്ളത്. ഈ റീബൂട്ട് ആവുന്നത് എല്ലാ ഫോണിലും സംഭവിക്കില്ല, വളരെ റെയർ ആയിട്ടുള്ള ഫോണുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്.
മൂന്നാമത്തത് നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിക്കുന്ന സമയത്ത് വിയേർഡായിട്ടുള്ള സൗണ്ടുകൾ. വിയേർഡായിട്ടുള്ള സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്കോ കേൾക്കുക, അതുപോലെ തന്നെ വേറൊരാൾ സംസാരിക്കുന്നത് പോലെ കേൾക്കുക, വേറൊരാളുടെ അന്തരീക്ഷത്തിലെ അറ്റ്മോസ്ഫിയർ നോയ്സ് ഇല്ലേ അത് മൊത്തവും വരിക. നിങ്ങൾ ചിലപ്പോൾ രണ്ടുപേരും വീട്ടിലിരുന്നായിരിക്കും സംസാരിക്കുന്നത്, എന്നാൽ റോഡിലൂടെ വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കുക. ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ആരോ നിങ്ങളുടെ കോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് വളരെ വിയേർഡായിട്ട് നമ്മുടെ നെറ്റ്വർക്ക് ഇൻ്ററാക്ഷനിലൂടെ ഇത് സംഭവിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കോളുകളിലും ഇത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഹാക്കായിട്ടുണ്ട്. ആദ്യം ഞാൻ ഡേറ്റ യൂസേജ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബാറ്ററി യൂസേജ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫോൺ എത്ര നേരം ലാസ്റ്റ് ചെയ്യുമെന്നുള്ളത് ഒരു സിംഗിൾ ചാർജിൽ. എന്നാൽ ഒരു സ്പൈവെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാൾ ആവുന്ന സമയത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഡേറ്റാസും ഫയൽസ് എല്ലാം ലൈവായിട്ട് ക്ലൗഡിലോട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഓഡിയോസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും, ക്യാമറ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബാറ്ററി നല്ല രീതിക്ക് യൂസ് ആവും. ഫോർ എക്സാമ്പിൾ ഒരു 5 മിനിറ്റിൻ്റെ അകത്ത് 20% വരെ ചാർജ് കുറയുന്നതായിട്ട് ടെസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ഫോണുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒരു 4-5 സ്പൈവേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഈ ഒരു എൻ്റയർ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഒരു ദിവസം വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന നിങ്ങളുടെ ഫോണ് ഒരു അര ദിവസം പോലും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബാറ്ററി യൂസേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡേറ്റ യൂസേജ് പോലെ എത്രത്തോളം ഓരോ ആപ്പും എടുത്തിട്ടുണ്ട്. അതിനകത്ത് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് 80% നിങ്ങളുടെ ബാറ്ററി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വിയേർഡാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഫോണുകളിൽ കാണാറുണ്ട് ക്യാമറ ഓൺ ആക്കുന്ന സമയത്ത് ഫോണിൻ്റെ മേളിലായിട്ട് ഒരു ഗ്രീൻ കളർ ലൈറ്റും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളർ ലൈറ്റും. പലർക്കും അറിയില്ല ഇതെന്താണെന്നുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയും നിങ്ങളുടെ മൈക്രോഫോണും ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ആപ്പ് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ 2 ലൈറ്റുകൾ കത്തുന്നത്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ ആക്സസ് ചെയ്യുന്നു, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈക്രോഫോൺ ആക്സസ് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും നോക്കുക, ഇൻ കേസ് നിങ്ങൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗ്രീൻ കളർ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ സംശയിക്കുക. ഞാൻ ഈ ലിസ്റ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുനിന്ന് ആദ്യം മനസ്സിലാവുന്ന കാര്യം ടെമ്പറേച്ചറാണ് അല്ലേ. ഒരു ഫോൺ ഞാൻ എൻ്റെ ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഫോൺ ഉപയോഗിക്കാതിരിക്കുമായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഇത്രയും സമയം. എന്നിട്ട് ഞാൻ ഈ ഫോൺ എടുക്കുമ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ അകത്ത് എന്തൊക്കെയോ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് എൻ്റെ അറിവില്ലാതെ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇതിനകത്ത് എന്തോ പറ്റിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ നാട്ടിലുള്ള ലോക്കലായിട്ടുള്ള സർവീസ് സെൻറ്റേഴ്സിനെ നിങ്ങൾ കാര്യമായിട്ട് അങ്ങ് വിശ്വസിക്കാൻ നിൽക്കേണ്ട. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട് എന്ന് കരുതിയിട്ട് ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന്മാരായിരിക്കും ഏറ്റവും വലിയ കള്ളന്മാർ. ചിലപ്പോൾ സ്പൈവെയർ നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജ് മാത്രം എടുക്കുള്ളൂ. ഇവന്മാർ നിങ്ങളുടെ ഫോൺ മൊത്തത്തിൽ തന്നെ ബാക്കപ്പ് ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ സോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതെങ്ങനെ കളയാമെന്നുള്ളത്. കളയാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 3 ആപ്ലിക്കേഷനുകളുണ്ട്. ഒന്നാമത്തത് ഇൻകോഗ്നിറ്റോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. ഈ ആപ്പ് ഒരു ആൻറ്റി സ്പൈവെയർ ആപ്പാണ്. നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സ്കാൻ ചെയ്യുക, എന്തെങ്കിലും ഒരു മാൽവെയർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പൈവെയർ ഉണ്ടെങ്കിൽ ഇത് ഡിറ്റക്ട് ചെയ്യും. രണ്ടാമത്തത് സെർട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. ഈ ആപ്പും സെയിം പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. സ്കാൻ ചെയ്ത് എന്തെങ്കിലും സ്പൈവേഴ്സ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും. ഇതെല്ലാം പോട്ടെ, നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് കാസ്പെർസ്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ആൻറ്റി വൈറസ്, ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടിരിക്കുക. എന്തെങ്കിലും ഇതേപോലുള്ള സ്പൈവെയർ കയറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്യും. അതുമാത്രമല്ല ഇങ്ങനെയുള്ള സ്പൈവേഴ്സ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റില്ല. സോ ബേസിക്കലി നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഒരു ആൻറ്റി വൈറസിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറസ് ഒന്നും കയറി നിങ്ങളുടെ ഫോൺ ഒരിക്കലും നശിച്ചു പോകില്ല. എന്നാൽ ഇതേപോലുള്ള വൈറസുകൾ നമ്മുടെ ചുറ്റും കാണും. അതായത് നമ്മുടെ ഫ്രണ്ട്സായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടൊക്കെ കാണും. അങ്ങനെയുള്ള ക്രിമിനലുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് വേറെ ഒന്നുമില്ല, നിങ്ങളുടെ ഫോൺ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ കൊണ്ട് നടക്കുക. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ പ്രൈവസിയാണ്, വേറെ ആരും അത് ആക്സസ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവോടുകൂടി നിങ്ങളുടെ മോണിറ്ററിങ്, അതായത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫോൺ ആക്സസ് ചെയ്യാം. അപ്പോൾ ഫൈനലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാം, ഇപ്പോഴും ഇതേപോലുള്ള ചോർത്തുന്ന ആപ്ലിക്കേഷൻസ് ഭയങ്കര ഈസി ആയിട്ട് അവൈലബിൾ ആണോ എന്ന്? ഈസി ആയിട്ട് അവൈലബിൾ ആണ്, വളരെ ഈസി ആയിട്ട്. മേ ബി ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു തീർക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള പല പേഴ്സണൽ ഡേറ്റയും പലരുടെയും കയ്യിലെത്തിയേക്കാം. സോ ബി അവെയർ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.